ഇന്ന് നമ്മൾ നല്ല ഫ്രഷ് ക്രീം വെച്ചിട്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഫ്രഷ് ക്രീമൊക്കെ ചിക്കൻ്റെ കൂടെ ചിക്കൻ്റെ ഗ്രേവിയിൽ കൂടെ ആഡ് ചെയ്യത്തല്ലേ ഉള്ളൂ. ഇതിപ്പം നമ്മൾ റൈസിൻ്റെ കൂടെ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ക്യൂബോളം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എത്രത്തോളം ബട്ടർ ആഡ് ചെയ്യുന്നോ അതിനനുസരിച്ച് ടേസ്റ്റ് കിട്ടും. നിങ്ങൾ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. ബട്ടർ അല്ലെങ്കിൽ നെയ്യോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇതിനകത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ ബട്ടർ കരിഞ്ഞ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ബട്ടർ കരിയുമ്പോൾ നമ്മുടെ ഈ ടേസ്റ്റ് എല്ലാം പോകും. അപ്പോൾ അത് കരിയാതെ നോക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ ഗാർലിക് ഇട്ട് കൊടുക്കുകയാണ്. അതായത് 1 ടേബിൾ സ്പൂണോളം മതിയാവും. കുഞ്ഞായി അരിഞ്ഞിട്ട് ബട്ടറിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു സവള ഫുള്ളായിട്ട് എടുത്തിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് അത് ഞാൻ ബട്ടറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാനും പറ്റും, പക്ഷേ ഭയങ്കര ടേസ്റ്റിയാണ്. അതിനുശേഷം ഞാൻ അതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഞാൻ കുറച്ച് കോൺ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ ഉപ്പും കുരുമുളക് കൂടി ഇട്ട് നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചതാണ്. കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. നല്ല ടേസ്റ്റിയാണല്ലോ, ഹെൽത്തി അല്ല. അപ്പം ഞാൻ കുറച്ചൊന്ന് ആഡ് ചെയ്തതാണ്. അതിനുശേഷം ഞാൻ കുറച്ച് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മറ്റേ ഗരം മസാലയും കൂടാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇത് രണ്ടും മാത്രം മതി, വേറെ ഒന്നും വേണ്ട. നല്ല ടേസ്റ്റാണ്. ഈ 2 മസാലകൾ മാത്രം മതി. നിങ്ങൾക്ക് ഫ്ലേവർ വേണമെങ്കിൽ ചിക്കൻ മസാലയും കൂടെ ആഡ് ചെയ്താൽ നല്ലതായിരിക്കും, കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. ഞാനിത് രണ്ടും മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ആ മസാലയുടെ മണമൊക്കെ ഒന്ന് പോകുന്നിടം, പച്ച മണം പോകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഫ്രഷ് ക്രീം എടുക്കുകയാണ്. നല്ല തിക്കായിട്ടുള്ള ക്രീമാണ്. ഞാൻ 2 ടേബിൾ സ്പൂണേ എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് ഇതിലോട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റിയാണ്. നമ്മൾ ഫ്രഷ് ക്രീം റൈസും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴത്തേക്കും അടിപൊളി ടേസ്റ്റാണ്. നമുക്ക് വേറെ കറികളോ ഒന്നും വേണ്ട, ഈ ചോറ് തന്നെ നമുക്ക് തനിയെ കഴിക്കാൻ പറ്റും, അതുപോലെ ടേസ്റ്റിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ഫുഡല്ലേ, വേറെ മസാലകളൊന്നും ഇല്ലാതെ കുട്ടികൾക്കും പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നമുക്ക് കറികളൊന്നും വേണ്ട, എല്ലാം ഈ ചോറ് മാത്രം വെച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതല്ലിങ്ങനെ ഇതിനനുസരിച്ച് ഞാൻ 1 കപ്പോളം റൈസ് ആഡ് ചെയ്യുന്നുള്ളൂ. ഞാൻ റൈസ് നേരത്തെ വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ ഈ ഗ്രേവിക്ക് അനുസരിച്ചുള്ള റൈസ് ആഡ് ചെയ്യണം. ഒരുപാട് റൈസ് ആഡ് ചെയ്താലും നമുക്ക് ആ ടേസ്റ്റ് കറക്റ്റ് കിട്ടില്ല. അപ്പം ഞാൻ 1 ബൗളോളം റൈസ് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് കറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. കുറച്ച് പെപ്പറൊക്കെ കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എരിവിൻ്റെ ടേസ്റ്റ് കിട്ടും. നമ്മുടെ റൈസ് എത്ര പെട്ടെന്ന് റെഡിയായി നോക്ക്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ അറിയിക്കണേ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.